അകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇതിനകത്തൊരു മീനുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? സത്യമാണല്ലോ, സത്യമാണ്. ദേ ഇതിനെ കണ്ണ് കാണണ്ട. ദേ ഇതിനകത്തൊരു മീനിരിപ്പുണ്ട്. സത്യമാണോ ഈ പറയുന്നത്? സത്യം. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? മാന്തൽ ഞാനെടുത്ത് തേനാ. ഇങ്ങനെയാണ് മാന്തൽ ഒളിക്കണത്. തേനാ നോക്കിയതേ ഇവിടെ തെളി തേയില് വെക്കാൻ പോണേ. നോക്കിയോട്ടാ, അതെന്നെ നോക്കൂ നോക്കൂ നോക്കിക്കൊണ്ടല്ലേ നോക്കിയോട്ടാ, നോക്കിയോ ദേ ഒളിക്കണ കൃത്യമായിട്ട് നോക്കിയോട്ടാ. ദേ പണി കഴിഞ്ഞാ ഇല്ല അടങ്ങാതെ ഇതെന്താ അനങ്ങാത്തെ? തള്ളണോ? ഒളിക്കോട്ടാ. പൊളിക്കും. ഒളിക്കും. എന്താണത്? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഒളിക്കും. ഒരുപാട് നമ്പറുമായിട്ട് ഇറങ്ങിക്കാണല്ലേ? ദേ നോക്കിയോട്ടാ, ഇപ്പൊ മുറുക്കി പിടിച്ചേക്കണം കേട്ടാ. മടങ്ങൂല. ഇങ്ങനെ കൊടുത്താ ഓക്കെ മടങ്ങും. എന്ത് വിശാലമായ ചിന്താഗതി! ഇത് എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ? റീഡിങ്. അപ്പൊ ഇവനമ്മ വിടയാണ്. കൊള്ളാടാ, ഇവൻ രക്ഷപ്പെട്ടു. ഇന്ന് ഇവന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേ? എടാ നിന്റെ ബർത്ത്ഡേ. എന്റെ ബർത്ത്ഡേ ഇന്നൊന്നുമല്ല. അല്ല, ഫേസ്ബുക്കിൽ ഇന്നാണെന്നുള്ള പറയണ. എന്റെ ബർത്ത്ഡേ ഇന്നല്ലത്, പക്ഷെ ഫേസ്ബുക്കിൽ ഇന്നാണെന്നാണ് കൊടുത്തേക്കണം. എന്റെ ബർത്ത്ഡേ ഇന്നല്ല. അപ്പൊ ഫേസ്ബുക്കിൽ നോട്ടിഫിക്കേഷൻ വന്നതാ. അവനെ പറ്റുന്നത് ഫേസ്ബുക്ക് ആണോ അതോ ഞാനാണോ? അപ്പൊ നമ്മനെ വിടയാണ്. അവൻ പോണോട്ടാ. പോകും. സാധാരണ പോവണ്ടേണ്. പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? നമ്മൊന്നും ചെയ്തില്ല. നമ്മുടെ കയ്യിലുണ്ടായില്ല. നമ്മ വിടാൻ വേണ്ടി നോക്കിയതാണ്ടാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അവരെ കടലിൽ മുക്കി ഞണ്ടെടുക്കാമോ? വേണ്ട, കൈമുക്കിയാണ്. മുക്കി. ഓം ക്രീം കുട്ടിച്ചതാ. കുട്ടിച്ചാത്തന്റെ ബന്ധുവല്ലോ ആണ്. അവരെ കടലിൽ മുക്കി ഞണ്ടെടുക്കാമോ? വേണ്ട, കൈമുക്കിയാണ്. മുക്കി. ഓം ക്രീം കുട്ടിച്ചതാ. അവരെ എന്നാ പോണാവേ, ഇയാളെ വീണ്ടും വെറും വീട്ടിൽ ഞെട്ടിച്ചോണ്ടിരിക്കണാവേ. എന്താ പോണോ? ഇതാണ് സ്പൈഡർ ക്രാബ്. സ്പൈഡർ കട 8 കാലി കുട്ടപ്പൻ. ഞാനാണ് 8 വെട്ടി കുട്ടപ്പൻ. താൻ ആരായാലും എനിക്കെന്താ? അപ്പൊ 8 കാലി കുട്ടപ്പന് കാലുണ്ടോ നമുക്ക്? 1 2 3 4 5 6 7 8. എണ്ണാനാ? ഇതെന്താ നഴ്സറി സ്കൂളാ? അയ്യോ കത്തി മുറി. എണ്ണ 1 2 3 4 5. തമിഴിലും പറയാം. 1 2 3. ഇതാണ് സ്പൈഡർ ക്രാബ്. നമ്മുടെ കരയിലുള്ളത് എല്ലാത്തിന്റെ രൂപസാദൃശ്യമുള്ള എല്ലാരും ഏകദേശം 90% കടലിലുണ്ട്. മനുഷ്യനും ഉണ്ടാവും. അതായത് ഒരു ശക്കല കുഴപ്പമുണ്ട്. നമ്മുടെ മത്സ്യ കന്യകൻ അതൊക്കെ ഉണ്ടാവും. ഇതുവരെ കണ്ടിട്ടില്ല. ബാഗ് കൊണ്ടേ കാണാൻ പറ്റും. കണ്ടത് ഇതാണ് സ്പൈഡർ ക്രാബ്. കണ്ടാ ജലകന്യക. അയ്യോ പ്രിയ. വീട്ടില് ഇതിന് 2 കടിക്കണ കാലുണ്ട്. വേറെ നോക്കിയത് 8 കാലിനെ പോലെ തന്നെ ഉണ്ടോ. വല ഇടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൂട്ടിന്റെ ഇവിടെ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്. സുനാപ്പിയൊക്കെ ഉണ്ട്. എന്താണ് ആസനത്തിലൊരു മഴ? ഇതാണ് മഹാരാജൻ ജ്ഞാനക്കുരു. ജ്ഞാനക്കുരു, കാപ്പിക്കുരു എന്ന് കേട്ടിട്ടുണ്ട്. വർഷങ്ങളുടെ ഘോര തപസ്സുകൊണ്ട് നേടിയെടുത്ത ദിവ്യ ജ്ഞാനം ഒരു കുരുവായിട്ട് ഇവിടെ അടിഞ്ഞിരിക്കുകയാണ് മഹാപ്രഭു. കുണ്ടലിനി. ഹരിയോ ഹരിയോ.
എന്നെങ്കിലും ഒരു ദിവസം ഈ ജ്ഞാനക്കുരു പൊട്ടുമ്പോൾ ഞങ്ങൾ സമാധിയാകും. അതുവരെ മഹാരാജാവ് എന്ത് ചോദിച്ചാലും ഈ ജ്ഞാനക്കുരു ഉത്തരം പറയും. കണ്ടാ പറയോ, ഇത്രയും വലിയ ജ്ഞാനമാണ് ഈ കുരുവിനകത്ത്. മൂട്ടിന്റെ ഇവിടെ ഒരു സംഭവമൊക്കെ വന്നിട്ടുണ്ട്, സുനാപ്പിയൊക്കെ ഉണ്ട്. നമുക്ക് കളയാണ്, ഇവന്റെ ബർത്ത്ഡേ ആണ്. പൊക്കോട്ടെ. ഷോ ആശാന ഒരു മിനിറ്റ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. അല്ലേ ഈശ്വര അടിപൊളി.